ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പൂരത്തിൻ്റെ വീഡിയോ കേട്ടോ. ഞങ്ങളൊന്ന് പറമ്പത്തുകാവ് പൂരം കാണാൻ വന്നതാണ്. ആദ്യമായിട്ടാണ് ഞാൻ പറമ്പത്തുകാവ് പൂരം കാണുന്നത്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ആദ്യത്തെ ഭഗവതിനെ കണ്ട് തൊഴുതു ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നു, വരവുകൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ പൂരപ്പറമ്പൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. ധാരാളം വേണ്ടില്ലേ കച്ചവടക്കാർ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഈ പൂരത്തിന് പ്രധാനമായിട്ടും കാളവേലയാണ്. പിന്നെ പലതരത്തിലുള്ള കാളകൾ, വലുതും ചെറുതുമായ കാളകളൊക്കെ വന്നുകൊണ്ടിരിക്കും. പുലർച്ചെ 3 മണി വരയ്ക്കും വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇത് അമ്പലത്തിൻ്റെ തേരാണ് വരുന്നത്. പറപ്പൂതങ്ങളാണ് കളിച്ച് വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഒന്ന് കാണുന്നത്. അങ്ങനെ കളിയൊക്കെ കണ്ട് പിന്നെ കുറച്ചൊന്ന് ഇരുട്ടാവാൻ തുടങ്ങിയപ്പോഴേക്കും ആൾക്കാരിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കച്ചവടക്കാരും ആൾക്കാരും ഒക്കെ ഇതാ നിറഞ്ഞു നിൽക്കുകയാണ്. കാളകൾ കണ്ടില്ലേ, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നത്. തെയ്യന്തറ ഇതാ വരുന്നു. ബാൻഡ് സെറ്റ്, മേളം, തെയ്യന്തറയും ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ളതുണ്ട്. അവരുടെ കളി കാണാൻ തന്നെ നല്ല രസമാണ്. നല്ല ഭംഗിയല്ലേ, നല്ല കളർഫുള്ളല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകും. പിന്നെ പല ദേശത്തിൻ്റെ കാളകൾ പല വലിപ്പത്തിലും, ചെറുതും വലുതും വലുതായിട്ട്. കതിരവൻ, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാളയുള്ള കതിരവനും ബിഗ് ബിയും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ദേശക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്ന കാളകളാണ് കേട്ടോ അതൊക്കെ. 1, 2 ഒന്നല്ല, എത്ര കാളകളാ വെച്ചിട്ട് എണ്ണി തീരാൻ പറ്റാത്ത അത്രയും കാളകളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട സെക്ഷനാണിത്. കമ്മൽ, കുറച്ച് കമ്മലൊക്കെ ഒന്ന് വാങ്ങി. ഇതേപോലത്തെ ബൊമ്മകളും ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ തിരക്ക്, എത്ര ആൾക്കാരെ ചെവിടുന്നൊക്കെ വന്ന ആൾക്കാർ. നമ്മളെ ഈ പൂരം പറയണത് അല്ലെങ്കിൽ നല്ല വലിയ പൂരമാണ്. അപ്പോൾ പല ദേശത്തു നിന്നും പല തരത്തു നിന്ന് ആൾക്കാർ വരും. ആൺകുട്ടി കണ്ടില്ലേ, അവൾക്ക് കളി കൊട്ടിൻ്റെ മേളത്തിൻ്റെ ഹരം മൂത്തുള്ളവൾ കളിക്കുകയാണ്. അവൾക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളൊരു 11 മണി വരെയൊക്കെ ഇരുന്ന് കണ്ടു പോയി വീട്ടിലേക്ക്.